ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോ ഹമ്മിങ് ബേർഡ് വൈനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ പൂക്കൾ കണ്ടപ്പോൾ എന്ത് തോന്നുന്നു? അധികം അങ്ങ് കണ്ട് പരിചയമില്ലാത്ത പൂക്കളല്ലേ? അതെ, എന്നാൽ എവിടെയോ കണ്ട പോലെ തോന്നുന്നുണ്ടല്ലേ? നമ്മുടെ ടെക്കോമ പോലൊക്കെ ഇരിക്കുന്ന പൂക്കൾ. പക്ഷേ ഇത് വൈനാണ് കേട്ടോ. ഇത് ട്രംപറ്റ് വൈൻ എന്നാണ് ഇതിൻ്റെ പേര്. ഹമ്മിങ് ബേർഡ് വൈൻ എന്ന് ഇതിന് പറയപ്പെടുന്നുണ്ട്. ചൈനീസ് ട്രംപറ്റ് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കാമ്പാസിസ് റാഡിക്കൻസ് എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു അടിപൊളി ക്രീപ്പർ പ്ലാന്റാണിത്. നല്ല രസമായിട്ട് വിരിയുന്നത്. 2 കളറുകൾ ഏതാണ്ട് ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ള ഒരു കളർ ഈ കളറാണ് കേട്ടോ. നല്ല സ്റ്റൈലായിട്ട് പൂക്കൾ വിരിയുന്നതാണ് ഹമ്മിങ് ബേർഡ് വൈൻ. നിറച്ച് കുഞ്ഞു കുഞ്ഞു കിളികളും ശലഭങ്ങളും വണ്ടുകളും തേനീച്ചകളും ഒക്കെ തേൻ കുടിക്കാൻ വരുന്നൊരു ചെടിയാണിത്. ഇതിൻ്റെ ഒരു 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 രസം എന്താണെന്ന് വെച്ചാൽ, ഇതിങ്ങനെ ഒരു കൊല ഇങ്ങനെ വന്നിട്ട് ആ കൊലയിൽ കുറേ കൂട്ടായിട്ടാണ് വിരിയുന്നത്. അപ്പോൾ ഇതിങ്ങനെ കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. കണ്ടോ ഇതിൻ്റെ ആ ഷെയ്ഡ് കണ്ടോ? ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ കളറെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു ഡബിൾ ഷെയ്ഡ് പോലെ നമുക്ക് തോന്നും. അകം കുറച്ച് ഡാർക്കും പുറം കുറച്ച് ഡാർക്ക്, ഒരു നിറം കുറഞ്ഞതുമായുള്ള ഒരു ഓറഞ്ച് കളറായിട്ടാണ് നമുക്ക് സാധാരണ തോന്നുക. ഇത് ശരിക്കും പറഞ്ഞാൽ ട്രംപറ്റ് വൈൻ അല്ലെങ്കിൽ ഹമ്മിങ് ബേർഡ് വൈൻ 2 നിറത്തിലുണ്ടെന്നാണ് പറയുന്നത്. ഒരു റെഡ് കളർന്ന നിറത്തിലുണ്ട്, പിന്നെ ഈ ഒരു നിറത്തിലുണ്ട്. റെഡ് കളർന്ന നിറത്തിലുള്ളത് നമ്മുടെ നാട്ടിൽ അധികം ഒരിടത്തും വന്നിട്ടില്ല. ഈ ട്രംപറ്റ് വൈൻ ഒരുപാട് പേർക്ക് ഇപ്പോൾ ആയിട്ടുണ്ട്, പക്ഷെ റെഡ് കളർന്നത് അധികം അങ്ങോട്ടായിട്ടില്ല. ഏതായാലും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പൂക്കളാണ്. കുറച്ച് 4-5 ദിവസം ഇത് വാടാണ്ട് നിൽക്കും കേട്ടോ ഈ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഒരു കൊലയായിട്ടൊക്കെ ഇങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കണ്ണിന് കാണാനൊരു അഴകായിരിക്കും. നമുക്ക് വീട്ടിൻ്റെ മുറ്റത്ത് മതിലിലൊക്കെ പടർത്തിയിടാൻ നല്ല രസമായിട്ട് പടർന്ന് പൂ പിടിക്കുന്നതാണ്. അതുപോലെ തന്നെ സിറ്റ് ഔട്ടിലൊക്കെ പടർത്താം. ഗേറ്റൊക്കെ ഉണ്ടെങ്കിൽ ഗേറ്റിലൊക്കെ പടർത്താം. ആർച്ചൊക്കെ കെട്ടിയിട്ട് അങ്ങനെ പടർത്തി വിടാം. അങ്ങനെയൊക്കെ നല്ല രസമായിട്ട് എന്നും പൂ തരുന്നൊരു ചെടിയാണ് കേട്ടോ. എപ്പോഴും പൂ തന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതിന് നിറം മങ്ങുമ്പോൾ ഇങ്ങനെയാവും. ഇതാണ് ഞാൻ പറഞ്ഞ റെഡ് കളർ ട്രംപറ്റ് വൈൻ എന്ന് പറയുന്നത്. ഇത് ഞാനിപ്പോൾ കാണിച്ചതാണ്. ഈ റെഡ് കളർ എന്ന് പറയുന്നത് എൻ്റെ അടുത്തൊരു കുഞ്ഞു തൈ മാത്രമേ ഉള്ളൂ, അത് പൂക്കളായിട്ടില്ല. ട്രംപറ്റ് വൈൻ എപ്പോഴും പടർന്നിട്ട് മുകളിൽ പോയി പൂക്കുന്നതാണ്. അപ്പോൾ ശരിക്കും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പടർത്തി വിട്ടിട്ട് അത് കട്ടിയുള്ള വള്ളിയാണ് കേട്ടോ. വള്ളി മുകളിൽ പോയിട്ട് നല്ല രസമായിട്ട് പൂത്തിറങ്ങുക ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ട്രംപറ്റ് വൈൻ ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാൽ ഇതിൻ്റെ കമ്പ് വെട്ടി വെച്ചിട്ടാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കിയത്. കുറച്ച് ബുദ്ധിമുട്ടാണ്. എയർ ലെയറിങ് ചെയ്യുകയാണെങ്കിൽ തൈകൾ കൂടുതൽ കിട്ടുന്നതാണ്. അതുപോലെ ഇതിൻ്റെ വളം എന്താണെന്ന് വെച്ചാൽ നല്ല ഉണക്ക ചാണകം അല്ലെങ്കിൽ ആട്ടിൻകാഷ്ടമാണ് ഇതിന് വളമായിട്ട് കൊടുക്കേണ്ടത്. പ്രത്യേകം അസുഖങ്ങളൊന്നും അങ്ങനെ വരുന്നൊരു ചെടിയല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രത്യേകം കെയർ ഒന്നും കൊടുക്കേണ്ട തരത്തിലുള്ള ചെടിയല്ല ഇത്. അപ്പോൾ ഇത് പൂത്ത് തുടങ്ങിയാൽ നമുക്ക് അങ്ങോട്ട് പൂക്കൾ തന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ പൂത്ത് കിട്ടാൻ ഇച്ചിരി പ്രയാസമാണ്. നമ്മൾ തൈ നട്ടാൽ തന്നെ പെട്ടെന്നൊന്നും ഇത് പൂക്കില്ല. ഏതാണ്ട് 10-11 മാസമൊക്കെ ആയിട്ട് ഇത് പൂത്ത് തുടങ്ങുള്ളൂ. പൂത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബൊഗെയിൻ വില്ല മോഡലാണ്. നല്ല കട്ടിയുള്ള തണ്ടുകൾ പടർന്ന് മുകളിലോട്ട് കയറിയ ശേഷം മുകളിൽ നിന്ന് നിറച്ച് ബ്രാഞ്ച് വന്നിട്ട് അതിൻ്റെ ശിഖരങ്ങളൊക്കെ വന്നിട്ട് നിറച്ച് പൂക്കുക ചെയ്യുന്നത്. അതായത് വർഷങ്ങളോളം നമുക്ക് നിർത്താൻ പറ്റുന്നൊരു ക്രീപ്പറാണ് കേട്ടോ. നമുക്ക് വർഷങ്ങളോളം പൂക്കൾ തരുന്ന ചില ക്രീപ്പർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, കുറച്ച് നാൾ പൂത്ത് കഴിഞ്ഞിട്ട് അങ്ങ് നശിച്ചു പോകും. ഇതങ്ങനെയൊന്നുമല്ല. കാലങ്ങളോളം നമുക്ക് ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ കാലങ്ങളോളം നമുക്ക് പൂക്കൾ തരുന്ന ഒരു ക്രീപ്പർ പ്ലാന്റാണ്. അപ്പോൾ ഈ ക്രീപ്പർ പ്ലാന്റിനെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ എൻ്റെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ വരുന്നവരായിരിക്കും. ടാറ്റാ.